എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നോഷ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഞാൻ അക്കാൻ്റെ അടുത്ത് നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഖത്താറയിൽ ഇൻ്റർനാഷണൽ ദോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അവിടെ പോയാലോ നിൽക്കി. അങ്ങനെ ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. ഇവിടെ അങ്ങനെ മലയാളീസിൻ്റെ ഒന്നും അങ്ങനെ കാണുന്നില്ല. അല്ല, നമ്മൾ മലയാളീസ് എവിടെ പോയാലും വേറെ മലയാളീസ് ഉണ്ടോ എന്നാണല്ലോ ആദ്യം നോക്കാറ്. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ദോ ഫെസ്റ്റിവലിലോട്ട് വരാം. നമ്മുടെ ഖത്താറ ബീച്ചിലാണ് കേട്ടോ ഈ ഒരു ദോ ഫെസ്റ്റിവൽ നടക്കുന്നത്. 14ാമത്തെ ട്രഡീഷണൽ ദോ ഫെസ്റ്റിവൽ ആയിരുന്നു ഇത്. അപ്പോൾ ഈ ദോ ഫെസ്റ്റിവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതൊന്ന് റിസർച്ച് ചെയ്തു. അപ്പോൾ എന്നെപ്പോലെ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞുതരാം. ദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായ്ക്കപ്പൽ അഥവാ നമ്മുടെ പരമ്പരാഗത കപ്പലുകളുടെയൊക്കെ പൊതുനാമാണ് കേട്ടോ. ഖത്തർ ഓർഗനൈസ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ ആണിത്. ഇവിടെ പണ്ടുണ്ടായിരുന്ന കൾച്ചറൽ ഇവൻറ്റ്സ്, അതുപോലെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, സീ ട്രഡീഷൻസൊക്കെ പുതിയ ജനറേഷൻസിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇവർ ഈ ഒരു ഫെസ്റ്റിവലിനെ കാണുന്നത്. ഏകദേശം 11 രാജ്യങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ ആയിരുന്നു ഇപ്രാവശ്യത്തെ ദോ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നത്. ഖത്തർ, സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത്, ഇറാഖ്, ഇന്ത്യ, ടാൻസാനിയ തുടങ്ങി പല രാജ്യങ്ങളുടെ സ്റ്റാളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പണ്ട് മുതലേ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കൾച്ചറൽ ആൻഡ് മാരിടൈം റിലേഷൻഷിപ്പും അതുപോലെ തന്നെ പുതിയ കൾച്ചറൽ എക്സ്ചേഞ്ചിനുള്ള സാധ്യതകളൊക്കെയാണ് ഈ ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഇവരുദ്ദേശിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോളായിരുന്നു ഇത്. എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവിടെ വന്ന എല്ലാവരുടെയും അട്രാക്ഷൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാളും കൂടെയാണിത്. ഈവൻ കുട്ടികളൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റോളിലാണ്. അവരുടെ പാരൻസൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇതായിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജോലികളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ സ്റ്റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഖത്തറിലെ മെയിൻ ഒക്യുപ്പേഷൻസിനെയും ജോബ്സിനെയും എല്ലാം അവരൊരു മോഡലാക്കിയിട്ട് ഷോക്കേസ് ചെയ്തിട്ടുള്ളതാണ്. ഖത്തറിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരിവിടെ എല്ലാ ജോലികളെയും റെസ്പെക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെ നാഷണൽ ഡേക്ക് പോലും എല്ലാ ജോബ്സും ഇവരതിൽ ഇൻക്ലൂഡ് ആക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു സ്റ്റോളിലും എല്ലാ ജോബ്സും ഇവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു കൾച്ചറാണ് ഖത്തറിൻ്റെത്. ഇവിടെ പണ്ട് എങ്ങനെയായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്, അതുപോലെ വീട്ടിലെ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പറേഷന്, തയ്യൽ കട, പച്ചക്കറിക്കട, മീൻ കച്ചവടം, ചായക്കട, പെർഫ്യൂം ഷോപ്പ്, സ്കൂള്, പോട്ട് ഷോപ്പ്, അരിക്കട, ജ്വല്ലറി, ആയുധക്കട, ബോട്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് ജോബ്സാണ് ഇവർ ഈ ഒരു മോഡലിൽ ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ളൊരു സ്റ്റാൾ തന്നെ ആയിരുന്നു. ഇതിന് പുറമെ ഒരുപാട് മറൈൻ കോമ്പറ്റീഷൻസും ലൈക്ക് ലബ്രേക്ക, പേൾ ഡൈവിങ്, റോയിങ്, സോഡ് ഫിഷിങ്, സെനിയർ ഫാമിലി കോമ്പറ്റീഷൻസ് ഒക്കെ ഈ ഒരു ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത് വെറുതെ ഇല്ല. കാരണം ഖത്തറിൻ്റെ ഹിസ്റ്ററിയും കൾച്ചറൊക്കെ കാണിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നത് നമ്മളെക്കാളും ഈ ഒരു ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ ഖത്തറി പീപ്പിളായിരിക്കും. കാരണം അവരുടെ ഒരു ആൻഷ്യൻ ടൈം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫെസ്റ്റിവൽ അവർക്ക്. ട്രഡീഷണൽ ബോട്ട് ഹാൻഡിക്രാഫ്റ്റ്സ്, വർക്ക്ഷോപ്പ് ഷോക്കേസിങ്, ഷിപ്പ് ബിൽഡിംഗ് പ്രോസസ്, പെയിൻറ്റിങ്സ്, ആൻഷ്യൻ ക്രാഫ്റ്റ്സ് തുടങ്ങിയ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്സും ഇൻക്ലൂഡഡ് ആയിരുന്നു ഈ ഒരു ഫെസ്റ്റിവലിൽ.
1971 AD ഇവിടെ ഒരു ബോട്ട് അപകടം നടന്നിട്ടുണ്ടായിരുന്നു ഖത്തറിൽ. ഖത്തറിൻ്റെ ഫോമർ എമിർ ആയിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് ബിൻ അബ്ദുള്ള അൽത്താനിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും ഫാൽക്കണിൻ്റെ ബ്രീഡിങ്ങിനും വേട്ടക്കുമായിട്ട് ഇറാനിയൻ റിപ്പബ്ലിക്കിൻ്റെ ഈസ്റ്റേൺ കോസ്റ്റ് ആയിട്ടുള്ള റാസ് അസ്ബാനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുന്നതിൻ്റെ ഒരു 7 നോട്ടിക്കൽ മൈൽസ് മുന്നേ ഈ ബോട്ട് മുങ്ങിപ്പോവുകയും അതിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെടുകയും ചെയ്തു. അന്ന് മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് അവരതിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇവിടെയുള്ള ഓരോ വസ്തുക്കൾക്കും ഓരോ സ്റ്റാളുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ കുട്ടികളോട് പറയാറില്ലേ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ വസ്തുക്കളും ഇത്രയും ഒബ്സർവ് ചെയ്തിട്ട് കാണാനുള്ള ഒരു സമയം നമുക്കില്ലായിരുന്നു. എന്നാലും മേജറായിട്ടുള്ള എല്ലാ സ്റ്റാളുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്തിടുക. അതാവുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ദിസ് ഇസ് മീ ഷഹല നൗഫൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.